നന്മ നിറഞ്ഞവരെയുമേ സുസ്ഥിതി കർത്താവിനെ സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടുള്ളതാവുന്ന ഫലമായി ഈശോ Amen.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം വിശുദ്ധമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ തിരുനാമം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പ്രയാഗത്തെ
കരുണയുള്ള കർത്താവെ, കഴിയുന്നവൻ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവൻ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എൻ്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ, നല്ലൊരത്തു വലമ്പാകെ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാവുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായോസം. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റോഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദ്യം മുതൽ നീക്കുമാമീൻ. തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാവട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും
മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്ത രവികലമോദം നുകരാൻ മൃതരെ മഹിമാവഴകും മണവറയെങ്കിൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, കർത്താവിന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ജപിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണമടി രോഗത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണലിലേക്ക് നയിക്കുവാനായി വാനമേഘങ്ങളിൽ നീ മഹത്വത്തോടുകൂടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് ഈ ആത്മാവിനെയും നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷപൂർവ്വം നിന്നെ പാടി പുകഴ്ത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശദീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദുഃഖാർത്ഥരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിരിക്കുന്ന പ്രിയ ലൈസമ്മ ചേച്ചിയെ നമുക്ക് സ്വർഗരാജിലേക്ക് യാത്ര അയക്കാം. ഈ ലോകത്തിൻ്റെ ദൗത്യങ്ങൾ അവസാനിപ്പിച്ച് നിത്യസമാനത്ത് പോകുന്ന ഈ അവസരത്തിൽ നമുക്ക് തിരുക്കർമ്മൽ ഭക്തിപുറം പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥനാപുറമുള്ള യാത്ര അയക്കുന്നത്. പനിനീർ വഞ്ചരിപ്പ്. അനുദപിക്കുന്ന പാപികൾ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ചന്ദനത്തിരി വഞ്ചരിപ്പ്. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിന് വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മകനീയമായ ദുരിതത്തിൻ്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. മനുഷ്യ ജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യ ജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്റെ സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവനെ പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യ ജീവിതം പുലിക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് ആദ്യത്തെ സൃഷ്ടിച്ചവനുമായുള്ള സന്താനങ്ങളെ ഉത്ഥാനവും നവീകരിക്കലുമായ കർത്താവെ നിങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. എന്റെ ദിവസങ്ങൾ പരിമിതങ്ങളാവുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾക്ക് പരിമിതമാകുന്നു. എന്റെ ജീവിതത്തിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോട് നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീരാധികാശ്രയം എല്ലാ തിന്മകളിൽ നിന്നും നിന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നീതിയാൽ വിധേയരാജ്യന്റെ യാതികളെ ഓർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മരണത്തിന് നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നിർഭനാം മിശിഹ കർത്താവേ, അവരും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോട് ചിരകാലം ആനന്ദത്തോടെ വാണിടുവാൻ ദാസിക്ക് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളെ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുടെ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾചെയ്തില്ല തിരുനാഥൻ ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനാൻ അന്തിമ ദിവസം ഉയർത്തുന്നു. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു. ക്ഷയമുള്ളോലക്ഷയനാകും. മർത്യദൈവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദ്രവനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നു. വിശ്വത്തിനൊരു ദാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുന്നിടം ചേർക്കണമെന്നേ അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ
കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തുവലം ഭാഗി നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയും മരിച്ചവരെയും അവരോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചേക്ക് മുമ്പ് കടക്കില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും എന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവിനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവരെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന കർത്താവിൻ്റെ വാക്കുകൾ നമ്മളിപ്പോൾ അനുസ്മരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച് ഈ ലോകത്തിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം വിശ്വസ്തയോടുകൂടി നിർവഹിച്ച് തന്റെ യഥാർത്ഥ ഭവനത്തിലേക്ക് പോകുന്ന ലൈസമ്മ ചേച്ചിക്ക് യാത്ര വന്ദനം പറയുവാനായിട്ട് നാം എല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. 64 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അതത്ര വലിയ പ്രായമൊന്നുമല്ലെങ്കിലും ഏതാനും വർഷം മുമ്പ് രോഗബാധിതമാവുകയും ഇന്ന് ലോകത്തിൻ്റെ നിന്ന് ഏകദേശ വിമുക്തിയൊക്കെ പ്രാപിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തുവെങ്കിലും അടുത്ത കാലത്ത് വീണ്ടും രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അത് ഈ ലോകത്തിൽ നിന്ന് തന്റെ യഥാർത്ഥ ഭവനത്തിലേക്കുള്ള യാത്രയായി കാണുകയും ചെയ്തു. രമയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിത സംതൃപ്തി പ്രത്യേകിച്ച് തങ്ങളുടെ മക്കളെ എല്ലാവരും അവരുടേതായിട്ടുള്ള സ്ഥലത്തെ സുരക്ഷിതമായ ഇടങ്ങളിൽ എത്തിക്കുക എന്നുള്ള വലിയ സംതൃപ്തിയാണ്. അവർ ആത്മസംതൃപ്തിയോടെയാണ് ഈ ലോകം വിട്ടു പോകുന്നത്. കല്ലറയിൽ നിന്നും കുരമളൂരെത്തി പതിപ്പുറം ടോമിച്ചേട്ടൻ്റെ ഭാര്യയായി തീർന്ന് 3 മക്കൾക്ക് ജന്മം നൽകി നിമ്മി, ജെൻസി, നിതിൻ എന്നിവർക്ക് മാതാവായി തീർന്നുകൊണ്ട് ഈ ഭവനത്തിൻ്റെ ഭാഗമായി എല്ലാമായി നല്ല ഭാര്യയായി, നല്ല സ്നേഹവതിയായൊരു അമ്മയായി, നല്ല അയൽവാസിയായി ഒക്കെ ജീവിച്ച് തൻ്റെ ജീവിത ദൗത്യം നിർവഹിച്ച സംതൃപ്തിയോടുകൂടി ഈ ലോകം വിട്ടുപോവുകയാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഈ സഹോദരിയും തൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ ഒത്തിരിയേറെ അധ്വാനത്തിൻ്റെതായിട്ടുള്ള വഴിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. കുടുംബത്തെ പുലർത്തുക, നല്ല ഭാര്യയായി നല്ല അമ്മയായി ജീവിക്കുക ഒക്കെ ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും വലിയ അധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്, ഒത്തിരിയേറെ ത്യാഗമുണ്ട്. ഇതെല്ലാം സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട് കുടുംബത്തെ സ്നേഹിച്ച് അധ്വാനത്തിൻ്റെ നല്ല ഫലങ്ങൾ ലഭിച്ചുകൊണ്ട് ഏറെ സന്തോഷവതിയായി തന്നെയാണ് ഈ ലോകം വിട്ടു പോവുക. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. കാരണം മരണമെന്ന് പറയുന്നത് സ്വർഗം തുറന്നിരുന്ന സുവർണ താക്കോലാണ് എന്ന് മഹാനായ മിൽട്ടൺ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മരണത്തിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മിപ്പോൾ ഉത്ഥാനത്തിൻ്റെ പ്രത്യാശയിലൂടെ കടന്നു പോകുന്ന അവസരമാണ്. യേശുവിൻ്റെ ഉത്ഥാനം നമ്മുടെ എല്ലാം പുനരുത്ഥാനത്തിനുള്ള ആചാരമാണ്, ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനായിട്ട് മരണത്തിലൂടെ മാത്രമേ കടന്നുപോയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ലോകത്ത് നമുക്കെല്ലാവർക്കും 3 തരത്തിലുള്ള ജനനമുണ്ട് എന്ന് പറയാറുണ്ട്. ഒന്ന് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള അമ്മയുടെ ഉദരത്തിൽ ഈ ലോകത്തിലേക്കുള്ള ജനനം. രണ്ടാമതുള്ളത് കുദാശുള്ള കൗലാശ ജനനം. മൂന്നാമത് മരണത്തിലൂടെ അതിസ്വാഭാവിക ജനനം. ഈ അതിസ്വാഭാവിക ജനനത്തിലൂടെയാണ് നമ്മൾ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതം നിത്യജീവൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള സ്വർഗം മുന്നിൽ കൊണ്ടുള്ള യാത്രയാണ്. ഈ യാത്ര എന്ന് പറയുന്ന ഒരു തീർത്ഥാടനം നമുക്കറിയാം. അവിടെ നമുക്ക് നിത്യമായിട്ടുള്ള വസ്തുക്കളില്ല, സ്ഥിരമായിട്ടുള്ള വാസദേഹങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു യാത്ര അത് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കേണ്ടതാണ് നമുക്കെല്ലാവരും. ഈ സഹോദരി തൻ്റെ ദൗത്യം, ഈ തീർത്ഥയാത്ര സന്തോഷത്തോടും സംതൃപ്തിയോടുകൂടി ദൈവത്തോടും ചുറ്റുമുള്ള മനുഷ്യരോടും അവരെ സ്നേഹിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് തന്നെ ഏൽപ്പിച്ച കടമകളും കർത്തവ്യങ്ങളെല്ലാം ഭംഗിയായിട്ട് വിശ്വസിച്ച് നിർവഹിച്ചതിന് ശേഷം സന്തോഷവതിയായിട്ട് തിരിച്ചു പോകുന്നു. വന്നുപോയിട്ടുള്ള ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാകാൻ തീർച്ചയായും എല്ലാ മനുഷ്യർക്കും അവയെല്ലാം മാപ്പ് കൊടുത്ത് ദൈവം തൻ്റെ സന്നിധിയിലേക്ക് സ്വീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ നമുക്കറിയാം, ഓരോ മനുഷ്യനും ഈ ലോകത്തിൽ ഒരു ദൗത്യമുണ്ട്. നമ്മുടെ ദൗത്യം എന്താണെന്ന് തിരിച്ചറിയുകയും ആ ദൗത്യം വിശ്വസത്തോടെ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ നമ്മൾ സംതൃപ്തരായിത്തീരുന്നത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായിത്തീരുന്നത്. എത്ര നാൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതല്ല, എപ്രകാരം എങ്ങനെ ജീവിച്ചു എന്നുള്ളതാണ് ദൈവം പരിഗണിക്കുക. തീർച്ചയായിട്ടും ഈ ലോക ജീവിതത്തിൽ നമ്മളെല്ലാം ദൈവത്തിനുമുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. ഓരോ മരണവും നമ്മെ അനുസ്മരിക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. ഇന്ന് ഞാൻ, നാളെ നീ. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നമുക്കറിയാം, ഒത്തിരിയേറെ സങ്കീർണം നടന്ന ലോകത്തിലാണ് ഇന്ന് ജീവിക്കുക. സമ്പത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പദവികൾക്ക് വേണ്ടിയൊക്കെ ഒച്ചപ്പാടുകളും ബഹളങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇതിൻ്റെ എല്ലാം നശ്വരത, താൽക്കാലികത നമ്മെ മനസ്സിലാക്കുന്നതാണ് ഓരോ മരണവും. നമുക്കും ഈ ലോകത്തിൽ ഉള്ള ജീവിതം സന്തോഷപ്രദമായിട്ട് ദൈവത്തോട് വിശ്വസ്ത പുലർത്തിക്കൊണ്ട്, മനുഷ്യരോട് മാന്യത പുലർത്തിക്കൊണ്ട്, നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളെ കൃത്യമായിട്ടും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് പോകുമ്പോൾ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ഈ സഹോദരിയുടെ വേർപാട് ദുഃഖിക്കുന്ന പ്രിയ ഭർത്താവിനും ടോണിച്ചേട്ടനും മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും അനുശോചനം അറിയിക്കുന്നു, പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുന്നു. ഈ വേർപാട് എപ്പോഴും നമുക്കറിയാം ദുഃഖകരമാണ്. താൽക്കാലികമായിട്ടുള്ള വേർപാട് ദുഃഖകരമാണെങ്കിൽ നിത്യമായി വേർപാട് സൃഷ്ടിക്കുന്ന ശൂന്യതയും വേദനയും ഏറെ സങ്കടകരമാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ ക്രിസ്തീയ വീക്ഷണത്തിൽ സന്തോഷം തന്നെയാണ്. കാരണം അത് സ്വർഗപ്രാപ്തിക്കുള്ള താൽക്കാലികമായിട്ടുള്ള യാത്രയാണ്. ഈ ലോകത്തിൻ്റെ അവസാനം നിത്യജീവന്റെ ആരംഭമാണ്. ആ നിത്യത്തിലേക്ക് പോകുന്ന ഈ സഹോദരി നമുക്ക് പ്രാർത്ഥന പറയാൻ യാത്രയാക്കാം. ഒരു കൂടി ഈ മക്കൾക്കും ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവരുടെയും പേരിലുള്ള സഭയുടെ പേരിലുള്ള ഇവിടെയുള്ള പേരിലുള്ള അനുശോചനം അറിയിക്കുന്നു. പ്രാർത്ഥന വാഗ്ദാനം ചെയ്ത് നമുക്ക് തുടർന്നുള്ള കർമ്മങ്ങൾ പങ്കെടുത്ത് പ്രാർത്ഥനാപൂർവ്വം ഈ സഹോദരി യാത്രയാക്കും. എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായി, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപോലപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നീ വഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനീയമായ ദുരിതത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര,
ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിനും ഭൂമിയിലും ശത്രുഘ്നാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. അന്നൊരു ദിവസം ബോസനയായിൽ സോദരിമാരാം മർത്താമറിയം ചൂടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സഹോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചണൽ നടുവിൽ വിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായി സഹോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. കരയൊരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി കൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സഹോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലോണം യുദ്ധം ചെയ്ത് ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി. എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിവനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയോടെ എന്നെ അണയിക്കുമാറാകട്ടെ. വിശ്വസരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ ദേവാലയത്തിലേക്ക് ഭൗതിക ശരീരം എടുക്കുകയാണ്. പള്ളിയിലേക്ക് പോകുന്ന എല്ലാവരും ദയവായിട്ട് പുറത്തേക്ക് ഇറങ്ങുക. നമ്മുടെ വഴി വീതി കുറവാണെന്ന് അറിയാം. അതുകൊണ്ട് വാഹനങ്ങളിൽ ഉള്ളവർ എത്രയും പെട്ടെന്ന് മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുവാനായിട്ട് എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോവുക. പള്ളിയിൽ പോകുന്ന എല്ലാവരും ദയവായിട്ട് ഈ പന്തലിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് സംസ്കാര ശുശ്രൂഷകൾ നടത്തുവാനുള്ള സൗകര്യം ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകൾ എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം വേഗമിടത്തിൽ പോകുന്നു.
നൽകും ജീവനും നൽകോ ശരണവും നൽകിടാം. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ വിളരും മൃഗരുടൻ എഴുന്നേൽക്കും. ദൈവത്തിൽ ആനന്ദിക്കും അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. കാലത്തിൽ പ്രകാശമതിച്ചു മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃഗരെ വിളിക്കും ജീവനവർക്കേകും. പരിശുദ്ധാത്മാവിനെ സ്തുതി. താതനുമേവം സുതനും റൂഹായും കീർത്തനമെന്നും ഞങ്ങൾ അണയ്ക്കുന്നു. വിശ്വാസത്തോടെ ലോകം കൊണ്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തെ പ്രസാദിക്കുന്നയാളെ ദൈവനിധിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനാകട്ടെ. മരിച്ചുരേൽപ്പിക്കുകയും ലോകസഭാവിൽ നൽകുകയും ചെയ്യുമ്പോൾ തന്നെ നിഗ്രഹത്താൽ മാതാവായ നിഗാമയത്തിന്റെ പ്രാർത്ഥനയാൽ നിശ്ചിതാവരുടെയാൽ തന്റെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ ബന്ധത്തിലെ യാതൊരു പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിനെയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യത്തോടെ ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യത്തോടെ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിക്കുകയും മനുഷ്യരെ ഏർപ്പെടുകയുമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാണ്. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണത്തിനാക്കുകയും എഴുതിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിന്റെ ശരീരങ്ങളെ മഹത്വമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനങ്ങളെ ഞാൻ നിന്നോട് യാത്ര പറയും. മാമോദിസാവിനെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയിൽ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കുദാശകളിൽ ആത്മാവിൽ ഭാവന ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരും ആ പുരോഹിതരെ ദൈവജനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾ നകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്ന് നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ് നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരി, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധനാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ.
കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. ആശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായിൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയിൽ പരിപുഷ്ടവും വിശുദ്ധൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന് രണ്ടാമത്തെ ആഗമന വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സ്വഭാവം കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിൽ എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. സ്വഭാവം നീ എന്നെ തളിക്കുവാൻ ഞാൻ നിർമ്മലനാകും. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള ധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന് മഹത്വത്തോടെ അവസാന ദിവസം തന്നെ വലതുഭാഗം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കുദാശകളത്തിന് ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. ഈ സമയത്ത് രണ്ട് ലൈനായിട്ട് രണ്ട് സൈഡിൽ വന്ന് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ടുള്ള അവസരമുണ്ട്. വന്നിട്ട് ബഹളമുണ്ടാക്കാതെ ശാന്തമായിട്ട് അന്ത്യോപചാരം അർപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുക. എൻ്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയോട് അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ, നല്ലവരത്തു വലംഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു, കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമൈരം നൽകുന്നു. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ, മൃതനായസു. അവരുടെ കീർത്തനങ്ങൾ പാടും, മൃതരാങ്ങരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയെങ്കിൽ സുതരാണവരെന്നോർക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ നീക്കുമാമേ, സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ, ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ, ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാവനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. മിശിഹാ കർത്താവിൻ ദാസീവിധി നാളിൽ
കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്നല്ല മറിയം അണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീശ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാങ്കനിവാർന്നരുളട്ടെ കർത്താവകിലേശൻ. കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. ഹൃദയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദല മറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മരിച്ചുയർപ്പിക്കുന്നതിന് തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാനിപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ നീ എന്തിന് നിരാശപ്പെടുന്നു? നീ എന്തിന് വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാറ്റെഴുതി നടക്കുന്ന മാൻപേടെ പോലെ കർത്താവിനെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിന് തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, മരിച്ചവരെ കരുണാപുരം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപുരം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച മരണമറിഞ്ഞതിനെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരുടെ വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും അഗ്നിയുമായ നിത്യജീവൻ നൽകി സ്വർഗരാജ്യമാകുന്ന ഓർത്തിലേക്ക് ഇയാളെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ വേർപെട്ടുപോയ മിശിഹായുടെ അവധീശ്വരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാര സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം ഞങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യത്തെ ഞങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
കർത്താവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടും. ൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിൽ എന്നെ ചേർക്കണമേ, ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. സ്നേഹം തന്നോരിൻ പ്രിയരെ, ദേഹം വെടിയും നേരത്ത് മിശിഹാ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. പാരിൽ എൻ പ്രിയരേ കരയരുദേവം ഞാൻ, ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത്. ദൈവത്തിൻ ചാരത്ത് സ്വർഗീയ തീരത്ത് ആനന്ദമോടെ ചേർന്നിരിപ്പൂ. ആനന്ദമോടെ ചേർന്നിരിപ്പൂ. മണ്ണിൽ നിന്നു ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ. ജീവിതനാളിലെൻ ചെയ്തികൾ വല്ലതും വേദന നിങ്ങളിൽ ഏകിയെങ്കിൽ, എൻ കുറവുകളൊക്കെയും സദയം ക്ഷമിച്ച് എന്നാത്മാവിനായി നിങ്ങൾ പ്രാർത്ഥിച്ചിടേണം. മണ്ണിൽ നിന്നും ഞാൻ യാത്ര പോകുന്നു, സ്വർഗമാകുമെൻ വീട്ടിൽ ചേർന്നിടാൻ.
യാത്രയാ ഞാൻ പ്രിയം വച്ച നാടതിലേക്ക് നേരമാ എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. യാത്രയാ ഞാൻ പ്രിയം വച്ച നാടതിലേക്ക് നേരമാ എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. പറയാതെ അറിയാതെ അകലുകയായി എൻ മനതാരിൻ സ്വപ്നത്തീരത്ത്. ലോക സുഖമോഹങ്ങളെ വിട്ടിട്ട് ശോകമില്ല നാടത്തിൽ വാഴുവാൻ. നാടും വീടും കൂടും വിട്ടകന്നിട്ട് ശോഭയേറും വീടതിൽ ചേരുവാൻ. ലോക സുഖമോഹങ്ങളെ വിട്ടിട്ട് ശോകമില്ല നാടതിൽ വാഴുവാൻ. നാടും വീടും കൂടും വിട്ടകന്നിട്ട് ശോഭയേറും വീടതിൽ ചേരുവാൻ. കാത്തിരുന്ന കാലമായി പോകുമെന്ന് ചൊല്ലിടാതെ പോകുകയായി. യാത്രയാ ഞാൻ പ്രിയം വച്ച നാടതിലേക്ക് നേരമാ എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. എന്നാഥനിമ്പസ്വരം കേൾക്കും മാത്രയിൽ എന്നല്ലെല്ലാം മാറിടും അനാളത്തിൽ. ദൂതന്മാരുമൊത്തു ഞാനും ചേരുമേ എന്നാഥന്മാരെ ചാരിടും ഞാൻ മോദമാ. എന്നാഥനിമ്പസ്വരം കേൾക്കും മാത്രയിൽ എന്നല്ലെല്ലാം മാറിടും അനാളത്തിൽ. ദൂതന്മാരുമൊത്തു ഞാനും ചേരുമേ എന്നാഥന്മാരിൽ ചാരിടും ഞാൻ മോദമാ. നാളുകളെണ്ണി ആശയോടെ കാത്തതാ ഖേദമില്ല വീടതിൽ ഞാൻ പോകുകയായി. യാത്രയാ ഞാൻ പ്രിയം വച്ച നാടതിലേക്ക് നേരമാ എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ. യാത്രയാ ഞാൻ പ്രിയം വച്ച നാടത്തിലേക്ക് നേരമാ
എൻ പ്രിയൻ മുഖം നേരിൽ കാണുവാൻ അറിയാതെ അറിയാതെ അകലുകയായി എൻ മനതാരിൽ സ്വപ്നതീരത്ത് ഉള്ള